ഉണ്ട്. സ്പയർ അതുപോലെ തന്നെ റബ്ബർ ഒക്കെ നട്ടിക്കുന്ന സ്ഥലമാണിത്. കണ്ട ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ട് ഇവിടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീട് എന്താ, നമ്മളെ വീട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന പ്ലേസിലാണ് നമ്മൾ പോണേ. ഇത് അധികം വലിയ പ്ലേസൊന്നുമല്ല, ഇത് വയലിൻ്റെയൊക്കെ സൈഡിൽ കൂടെ ഉള്ള ഒരു വഴിയാണ്. അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മളിപ്പോൾ വീഡിയോ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം തന്നെ ഒരു 5:30 ആയിട്ടുണ്ട്. കണ്ട ചുറ്റും നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഈവനിങ്ങിനായിട്ട്. നമ്മളിപ്പോൾ അതുവഴിയാണ് വന്നത്. ഗൈസ് ദയവായി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് താഴെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഗൈസ് കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്യാതെയാണ് പോകുന്നത്. ഭൂരിഭാഗം ആൾക്കാരും. ഇവിടെ ചെറിയ ഇതുപോലത്തെ തോടുണ്ട് വെള്ളം ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. ഇതിൽ അത്യാവശ്യം ചെറിയ മീനുകളും അതുപോലെ തന്നെ ഞണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമറയുടെ കേസ് ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇനി ദൂരെ കൂടെ വെച്ചേ കാണിക്കാൻ പറ്റത്തുള്ളൂ. കണ്ട കേസ്, ഈ വെള്ളം ഇതിൻ്റെ അകത്തൂടെ ഇവിടെ ഒരു ടണൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൂടെയാണ് ഇപ്പുറത്ത് പോകുന്നത്. മണലൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം മഴയത്ത് പറഞ്ഞ മണലാണ്. ഏകദേശം അമ്പലത്തിൽ പാട്ടിട്ടുണ്ട്, അപ്പോൾ അത് കോപ്പിറൈറ്റ് വരുമോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ. കണ്ട ഈവനിങ് ഒക്കെ വന്നു പോകാൻ പറ്റിയ ഒരു വൈബ് സ്ഥലമാണ്. കണ്ട ഓരോ വയൽ തീരുമ്പോഴും ഇതുപോലത്തെ വരമ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ വെള്ളം പോണത്. അപ്പോൾ ഇത് വെള്ളം പോയി നേരെ അമ്പലത്തിൻ്റെ അടുത്തുള്ള കുളത്തിലാണ് പോകുന്നത്. അതുപോലെ ആ സൈഡിലും കുളമുണ്ട്. അവിടെ നിന്നാണ് ഈ വെള്ളം ഓവർഫ്ലോ ആയി വരുന്നത്. ഗൈസ് പണ്ടൊക്കെ നമ്മൾ ഇവിടെ വന്ന് പട്ടം പറത്തിയ ഒരു ഓർമ്മ ഉണ്ട് എനിക്ക്. കണ്ടില്ലേ ഗൈസ്, നമുക്കിനി അങ്ങോട്ട് കുറച്ച് ദൂരം കൂടി പോവാം. കണ്ട ഗൈസ്, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. കണ്ടില്ലേ ഗൈസ്, മഴ സമയത്താണെങ്കിൽ നല്ല വെള്ളം ഇവിടെ കാണുന്നതായിരിക്കും. ഇതുപോലത്തെ ചെടികളുണ്ട്. ഇതെന്ത് ചെടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമുക്ക് പോകാനുള്ള. കണ്ട ഗൈസ്, ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ട ഗൈസ്, ഇതോ കാണുന്ന വീട്, അതാണ് നമ്മളെ വീട്. ഗൈസ്, അതിനുശേഷം വഴി അധികം ഇല്ലെന്നാണ് തോന്നുന്നത്. അവിടെ ഒരു മരം വീഴുന്ന കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇനി തിരിച്ച് അങ്ങോട്ട് ആ സൈഡിലോട്ട് നടന്ന് നോക്കാം. ഈ ചെടിയിൽ അതുപോലെ സൈഡിൽ ചെറുതായിട്ട് മുള്ളുണ്ട്. അപ്പോൾ അത് ദേഹത്ത് ഇടുമ്പോൾ ഇട്ട് പെയിനുണ്ട്. കണ്ട സൈഡിൽ ചെറുതായിട്ട് മുള്ളുണ്ട്. കാണാൻ പറ്റുന്നൊന്നും അറിയത്തില്ല. ഇത് പൈനാപ്പിളിൻ്റെ ഇല പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഇത് വലിയൊരു മരമാണ്. അറിയെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞ മറ്റേ പയറും അതുപോലെ തന്നെ റബ്ബറും നട്ടിക്കുന്ന സ്ഥലം. ഏകദേശം അടുത്തൊരു ദിവസം നമ്മളെ ഫുൾ വില്ലേജും വന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. വെള്ളത്തിൻ്റെ സൗണ്ട് നല്ല ഫോഴ്സാണ് കേൾക്കുന്നുണ്ട്. അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്ന കണ്ട അവിടെയാണ്. നല്ലൊരു ലുക്കുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. നമുക്ക് ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ലൊരു വൈബാണ് ഇവിടെ. ഇവിടെ ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ട്. കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. മഞ്ഞ വെള്ളമായതുകൊണ്ട് നമുക്ക് മീനെ കാണാൻ പറ്റും. പക്ഷെ മഴ ഉള്ള സമയത്താണ് ഇതിൽ വെള്ളം ഫാസ്റ്റ് ഒഴുകി പോകും.
നേരത്തെ കഴിച്ച് ഇവിടെ ഒരു ഊറ്റുകുഴി ഉണ്ടായിരുന്നു, അതിൽ വെള്ളം കിണർ പോലെ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ ഇല്ല. അത് ക്യാൻസൽ ചെയ്ത് ഇവിടെയായിരുന്നു കഴിച്ച്. അതിനുശേഷമാണ് അവർ ഇതുപോലെ കോമ്പൗണ്ട് അടിച്ചത്. ആ ഭാഗത്താണ് ആ സംഭവം ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് വെള്ളം നല്ലതാണ് വന്നുകൊണ്ടിരുന്നത്. എൻ്റെ ഏരിയ എങ്ങനെ ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഒരു കയറി നമുക്കിനി റിട്ടേൺ വീട്ടിലേക്ക് നടക്കാം. ചെറിയ വഴിയാണ് കഴിച്ചത്, അതുകൊണ്ട് പാടാണ്. അതുപോലെ ഇവിടെ ഒരു കിണറുമുണ്ട്. കിണർ കാണിച്ചു തരാം. അത് ഈ സ്ഥലത്തിൻ്റെ ആൾക്കാരാണ് ചെയ്തത്. നമ്മൾ നേരത്തെ ഇതുവഴിയാണ് ഇറങ്ങിപ്പോയത്. അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്ന് കറങ്ങി കയറി കടായിസ ചർച്ച്. നമ്മൾ ഈ വഴിയാണ് റിട്ടേൺ വന്നത്. നമ്മൾ അങ്ങോട്ട് പോകും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എങ്കിലേ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനായിട്ട് മോട്ടിവേഷൻ ആയിരിക്കത്തുള്ളൂ. അപ്പോൾ കമൻറ്റ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.